RSS-BJP അജണ്ട എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. റിയാസിന്റെ വിവാഹത്തിന്റെ എത്ര മുമ്പാ നിങ്ങൾക്കൊക്കെ അറിയാലോ. വിവാഹം നടക്കുന്നതിന്റെ എത്രയോ മുമ്പ് നടന്ന ഈ കമ്പനിയുമായിട്ടുള്ള ഇടപാടുകളാണ് ഇപ്പോൾ അന്വേഷണമൊക്കെ നടത്തുന്നത്. ഇപ്പോൾ റിയാസിന്റെ വീട്ടിൽ ED റെയ്ഡ് നടത്തുന്നു. എന്തിനാ ഇത്? സംഘപരിവാരത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പോരാട്ടം നടത്തുന്ന, നേരത്തെ നിങ്ങൾക്കൊക്കെ അറിയാം, അഖിലേന്ത്യാ പ്രസിഡന്റായിരിക്കുന്ന സമയത്ത് ഡൽഹിയിലും ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലും ഈ നരേന്ദ്രമോദിയുടെ നയങ്ങൾക്കെതിരെ, വർഗീയതക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടത്തിന് DYFIയുടെ നേതൃത്വമായി സദാർ മുഹമ്മദ് റിയാസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ അവസാനം BJPയുടെ ഒരു വല്ലാത്ത നിയമപരമായി നേരിടാൻ ഇപ്പൊ കഴിയാത്തത് എന്താ? ഇതിൽ വീണാ വിജയൻ കക്ഷിയേയല്ല. വീണാ വിജയനെതിരായി നേരത്തെ കൊടുത്ത കേസുണ്ടല്ലോ, മാത്യു കുഴൽനാടൻ, ആ കേസെല്ലാം തിരുവനന്തപുരം വിജിലൻസ് കോടതിയും അതുപോലെ തന്നെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയും തള്ളുക മാത്രമല്ല, അതിനുശേഷം ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഇതിൽ യാതൊരു കഴമ്പുമില്ലെന്ന് പറഞ്ഞിട്ട് തള്ളിയതാണ്. മാത്യു കുഴൽനാടിനെതിരായി ശക്തമായിട്ടുള്ള വിമർശനം കോടതി ഉന്നയിച്ചതുമാണ്. അപ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന കെജ്രിവാളിനെ കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടിയുള്ള പരാതി കൊടുത്ത കോൺഗ്രസ്, കെജ്രിവാളിനെതിരായി കേസ് കൊടുത്ത കോൺഗ്രസിന്റെ നേതാവാണ്. ആ കോൺഗ്രസ് കൊടുത്ത കേസാണ് അവസാനം കോടതി കഴമ്പില്ലെന്ന് പറഞ്ഞിട്ട് കെജ്രിവാളിനെ കുറ്റവിമുക്തനാക്കിയത്. അപ്പൊ കോൺഗ്രസ് BJPയുമായി ചേർന്നുകൊണ്ട് ഡൽഹി മുഖ്യമന്ത്രിയെ ജയിലിൽ കയറ്റി. അതുപോലെ കേരളത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ, ഇപ്പോൾ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയനെ ജയിലിൽ കയറ്റാനാണ് അവർ നോക്കുന്നതെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങൾ സമ്മതിക്കില്ല. ജനങ്ങളുടെ മനസ്സിലാണ് പിണറായി വിജയന്റെ സ്ഥാനം. കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ മുഴുവൻ ജനങ്ങൾ അദ്ദേഹത്തെ ഉൾപ്പെടെയുള്ളവരെ അദ്ദേഹത്തിന്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത്. പിണറായി വിജയന്റെ കൈ ശുദ്ധമാണെന്ന് പിണറായി വിജയനെ അറിയുന്ന ഈ നാട്ടുകാർക്കറിയാം. ഒരഴിമതിയും നടത്താത്തയാളാണ്. ഉരളാത്ത രാഷ്ട്രീയത്തിന്റെ ഒരു കഴിഞ്ഞകാല ജീവിതമാണ് കാണാൻ കഴിയുന്നത്. എന്തെല്ലാം വേട്ട നടത്തി. SLC ലാബിൽ അത് ഉമ്മൻചാണ്ടി സർക്കാർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസം ക്യാബിനറ്റ് യോഗം ചേർന്ന് CBI അന്വേഷണത്തിന് വേണ്ടി വിട്ടതാണ്. അത് രാഷ്ട്രീയ പ്രേരിതമായ തീരുമാനമായിരുന്നു. ആ കേസിൽ 19 അടവും പയറ്റിയിട്ടു. പിണറായി വിജയനെ കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ആ കേസ് വിചാരണക്കെടുത്ത കോടതി വിചാരണ പോലും നടത്താതെ ആ കേസിൽ നിന്ന് പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കി. അതല്ല ചരിത്രം. അതേ ചരിത്രമായിരിക്കും ഇതിലും ഉണ്ടാവുക. അതുകൊണ്ട് നിയമപരമായി ഞങ്ങൾക്ക് അശേഷ സംശയമില്ല. ആരെങ്കിലും സേവനത്തിന് ചെയ്ത ജോലിക്ക് കാശ് വാങ്ങിയാൽ, കൂലി വാങ്ങിയാൽ, അത് ബാങ്ക് ത്രൂ ഈ പറയുന്ന കാശ് വാങ്ങിയാൽ ആരെങ്കിലും അതിന് ടാക്സ് കൊടുക്കും? കൈക്കൂലിക്കാരൊക്കെ നികുതി കൊടുക്കുമോ? വീണാ വിജയൻ 1.72 കോടി ഉറുപ്പിക അവർ നൽകിയ സേവനത്തിനാണ് പ്രതിഫലമായി വാങ്ങിയത്. അത് ചെയ്ത ജോലിക്കുള്ള വേതനമാണ്, അത് കൈക്കൂലിയല്ല. കൈക്കൂലി ബാങ്ക് അക്കൗണ്ടിലൂടെ വാങ്ങൂല, മാത്രമല്ല ടാക്സ് അടക്കൂല. ആദ്യം മാത്യു കുഴൽനാടനും കോൺഗ്രസും പറഞ്ഞത് എന്താ? നികുതി അടച്ചിട്ടില്ലെന്നാണ്. നികുതി അടച്ചതിന്റെ രേഖ പുറത്തു വന്നപ്പോൾ പിന്നെ മുണ്ടാട്ടമില്ല. അതുകൊണ്ട് എക്സാലോജിക്കിന്റെ പേരിലാണ് ഈ റെയ്ഡെങ്കിൽ ഇന്ന് അർദ്ധരാത്രി വരെ റെയ്ഡിന് വന്ന ഉദ്യോഗസ്ഥന്മാർ കുത്തിയിരുന്നാലും ഒന്നും കിട്ടാൻ പോകുന്നില്ല. അത് ഇവിടെ നിന്നും കിട്ടൂല, തിരുവനന്തപുരത്തു നിന്നും കിട്ടൂല, കോഴിക്കോട് നിന്നും കിട്ടൂല. അവരെ ഞങ്ങൾ വേറെ ഒന്നും ചെയ്യൂല. അവര് യജമാനന്മാരെ തൃപ്തിപ്പെടുത്താൻ വന്ന വൃത്യന്മാരാണ്. യജമാനന്മാരാരാ? BJPയും കോൺഗ്രസുമാണ്. അവരെ തൃപ്തിപ്പെടുത്താൻ വന്നവരാണ്. അവരവരുടെ ജോലി നിർവഹിച്ചു പോകട്ടെ. ഇന്നലെ ഹൈക്കോടതി അന്വേഷണത്തിൽ ഞങ്ങൾ ഇടപെടുന്നില്ല എന്ന് മാത്രം പറഞ്ഞാൽ, FIR പോലും രജിസ്റ്റർ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞാൽ, ഉടൻ ഇന്ന് രാവിലെ തന്നെ വരണമെങ്കിൽ ചെയ്ത വികാരം എന്താ? അവിടെയാണ് VD സതീശന്റെ, മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ ഡൽഹി യാത്ര. ആ ഡൽഹി യാത്ര പ്രധാനമന്ത്രിയെ കണ്ടതിന് ശേഷം BJPയും കോൺഗ്രസും തമ്മിൽ ഡീൽ ഉറപ്പിച്ചിട്ടാണ് ഇവിടെ വന്നത്. അതുകൊണ്ട് എല്ലാ കോടതിയും തള്ളിക്കഴിഞ്ഞ
ജനങ്ങളുടെ മുമ്പിൽ യാതൊരു തെറ്റും ചെയ്യാത്ത പിണറായി വിജയനെയും കുടുംബത്തെയും വേട്ടയാടാൻ അനുവദിക്കില്ല. അത് രാഷ്ട്രീയ വേട്ടയാണ്. രാഷ്ട്രീയ വേട്ടയെ രാഷ്ട്രീയമായി നമ്മൾ നേരിടും. അതുകൊണ്ട് അതിൽ ഞങ്ങൾക്ക് അശേഷ സംശയമില്ല. ഇതുപോലെയായിരുന്നു ലാവ്ലിൻ കേസും. ഇവർ 18 അടവും പയറ്റി 19 എത്തിയപ്പോൾ കോടതിയിൽ പോയി. കോടതി അത് കുറ്റപത്രത്തിൽ കുറ്റം വായിക്കാതെ തന്നെ തള്ളേണ്ടി വന്നു. ഇതെന്തൊരു കുറ്റോ, എന്ത് തെറ്റായി ഇയാൾ ചെയ്തത്? ലാവ്ലിൻ കമ്പനി അവരുടെ ഒരു ക്യാൻസർ സെന്റർ തുടങ്ങാമെന്ന് പറഞ്ഞു. അത് മലബാറിൽ ഇന്ന് ദക്ഷിണേന്ത്യയിലെ നമ്പർ 1 ആ MCC. അതവിടെ കിടക്കുകയാണ്. കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് പിണറായി വിജയൻ. എനിക്ക് അത് മാത്രമേ അതിനെപ്പറ്റി പറയാം. നീക്കത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയിൽ സാർ എങ്ങനെയാണ് കാണുന്നത്? ഇതിന്റെ ആ ഒരു പ്രതികരണം. അല്ല, ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു അറിവുമില്ല, ഞങ്ങളെ അറിയിച്ചിട്ടുമില്ല. കേരള പോലീസിന്റെ സഹായം തേടിയിട്ടില്ല. അവർ കേന്ദ്ര സേനകളുടെ സഹായമാണ് തേടിയിട്ടുള്ളത്. ഞാൻ DGP ആയിട്ട് സംസാരിച്ചു, ഹോം സെക്രട്ടറിയായിട്ട് സംസാരിച്ചു. അവർ പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു വിവരവും ലഭിച്ചിട്ടില്ല. അപ്പം നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. എന്താ ഈ BJP വിരുദ്ധ നേതാക്കളെ അറ്റാക്ക് ചെയ്യുന്ന സമീപനം ദേശവ്യാപകമായിട്ടുണ്ട്. അത് നേരത്തെ തന്നെ കോൺഗ്രസ് പല സംസ്ഥാനങ്ങളിൽ. അല്ല, ഇവിടെ ഇപ്പം ഇത് ഒരു സ്ഥിരം പല്ലവിയാണ്. കോൺഗ്രസും BJPയും ചേർന്ന് ആ സ്ഥിരം പല്ലവിയൊക്കെ ജനങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. അത്തരം ഏർപ്പാടുകൾ വേണ്ട. കോൺഗ്രസ് എന്താണെന്നും BJP എന്താണെന്നും CPM എന്താണെന്നും എല്ലാവർക്കും അറിയാം. അത് വേണ്ട. അത് ഒരു കടന്ന കൈയാണ്. അത്തരം പ്രചരണങ്ങളൊക്കെ ഒരു കടന്ന കൈയാണ്. കൂട്ടുകെട്ടുണ്ടാക്കിയ ആളുകൾക്ക് ഇപ്പോഴെന്ത് പറ്റിയെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എവരാണ് കൂട്ടുകെട്ടുണ്ടാക്കിയിരുന്നത്? എവർക്ക് തമ്മിലായിരുന്നു ഏറ്റവും വലിയ ബന്ധം. CPMഉം BJPയും തമ്മിലായിരുന്നു ഏറ്റവും വലിയ ബന്ധം. ഇപ്പോൾ ആ ബന്ധം എങ്ങനെ പൊളിഞ്ഞു, എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ജനങ്ങളോട് പറയുന്നത്. ഞാൻ ഇവർ പറഞ്ഞിട്ട് പറയാം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് കുറച്ച് സ്വർണം കാണാനില്ല എന്ന് പറഞ്ഞു റിപ്പോർട്ട് DGP സർക്കാരിന് നൽകിയതായിട്ട്. റിപ്പോർട്ട് ഇപ്പോഴേ കൊടുത്തതല്ല, 6 മാസങ്ങൾക്ക് മുമ്പ് കൊടുത്തതാണ്. ആ റിപ്പോർട്ടിൽ നടപടികൾക്ക് സ്വീകരിക്കേണ്ട അവിടെ ഒരു കമ്മിറ്റിയുണ്ട്. അപ്പം രാവിലെ ദേവസ്വം വകുപ്പ് മന്ത്രി ഞാനുമായി സംസാരിച്ചു. അവരാണ് മറ്റു കാര്യങ്ങൾ ചെയ്യേണ്ടത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ പരിശോധന സംബന്ധിച്ച് ഏതെങ്കിലും വിവരങ്ങൾ ലഭിച്ചിരുന്നില്ല എന്നാണ് സംസ്ഥാനത്തിന്റെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ ഡീൽ ആരോപണമാണ് നടക്കുന്നത്. അതായത് BJPയും കോൺഗ്രസും ചേർന്നുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ നടപടികൾക്ക് പിന്നിൽ എന്നുള്ളതാണ്. ഈ ധാരണകൾ ഉണ്ടായിരുന്നത് CPIഎമ്മും BJPയും തമ്മിൽ ആണ് എന്നതാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന പ്രതികരണമായി പുറത്തുവരുന്നത്. ഇപ്പോൾ ഇതാ MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി, CPIഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളോട് സംസാരിക്കുക. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വാടക കെട്ടിടത്തിലും തിരുവനന്തപുരത്ത് സ്വന്തം വീട് പിണറായിയിൽ, അതുപോലെ തന്നെ റിയാസിൻ്റെ ഉപ്പയും ഉമ്മയും താമസിക്കുന്ന വീടുൾപ്പെടെ റെയ്ഡ് നടന്നു എന്ന വാർത്തയാണ് രാവിലെ മുതൽ വന്നത്. തികച്ചും രാഷ്ട്രീയ പകപോക്കൽ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു കാര്യം ഇപ്പോഴ് ഉണ്ടായത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തി കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.